ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ആട്ടോ, ശങ്കർപാളി. ഇത് സാധാരണ ദീപാവലി പോലുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ ആട്ടോ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുന്ന ഒരു പലഹാരമാണ്. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അത്രയും സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. ഇത് കഴിക്കുമ്പോൾ നമുക്കൊരു ഗുഡ് ഡേ ബിസ്ക്കറ്റ് കഴിക്കുന്ന ഒരു ഫീലിംഗ് ആട്ടോ. അതുപോലെയാണ് അത് ഇരിക്കുന്നത്. ശരിക്കും ഒരു ബിസ്ക്കറ്റ് തന്നെയാണ് അത് കണ്ടേക്കുന്നത്. പക്ഷെ നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അത് ഇത് ഒരു മാസം വരെ നമുക്കിത് ടിന്നിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ചീത്തയാവുന്ന ഒരു സാധനമല്ല ഇത്. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതിന് ഒരു സ്വീറ്റ് ഡയമണ്ട് എന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിലും പറയാം കേട്ടോ. എന്തായാലും അടിപൊളിയാണ് സാധനം. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ടൊരു സോസ് പാൻ എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് നെയ്യ് അല്ലെങ്കിൽ ഡാൽഡ. ഇത് 60 ml കപ്പാട്ടോ. 1/4 കപ്പ് പാല് അല്ലെങ്കിൽ വെള്ളം. 1/2 കപ്പ് പഞ്ചസാര. ഇത് 125 ml ആണ്. ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇത് ചെറു തീയിലിട്ടിട്ടാട്ടോ ചൂടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർത്തേക്കണ പഞ്ചസാരയും നെയ്യും ഒക്കെ ഒന്ന് അലിഞ്ഞ് വന്നാൽ മതി. തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നെയ്യേക്കാളും ടേസ്റ്റ് ഡാൽഡ ചേർത്തുണ്ടാക്കുന്ന കേട്ടോ. ഞാനിവിടെ ഡാൽഡയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറണം കേട്ടോ. നല്ലപോലെ ആറരുത്, ചെറിയൊരു ചൂട് വേണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം കേട്ടോ. ഞാനൊരു ബൗളിലേക്ക് ഒഴിക്കണത്. ഇതിന് ചൂടുണ്ട് കേട്ടോ. ഈ ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഇനി മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ മൈദ ചേർക്കണേണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറയാം എത്ര മൈദ ചേർത്തു എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ആ ചൂടോട് കൂടി തന്നെ പൊടി ഇതിൻ്റെ അകത്തേക്ക് ഇടണം കേട്ടോ. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ 1 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 250 ml ഒരു കപ്പാട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാട്ടോ ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുക്കണ്ട. ഇതിലേക്ക് കുറച്ച് ഇട്ട് വേണം കേട്ടോ ഇത് കുഴയ്ക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല. നമ്മൾ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന പരുവം ആകുമ്പോഴത്തേക്ക് നമുക്കിത് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ 1/2 കപ്പ് മൈദയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു പരുവാട്ടോ. അപ്പോൾ ഇനി കൈ കൊണ്ട് നമുക്കിത് കുഴച്ചെടുക്കാം. പിന്നെ ഇത് കുറച്ച് പൊടിയും കൂടെ വേണം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പും കൂടെ പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചേർത്തേക്കുന്നത് 1.25 കപ്പ് മൈദയാട്ടോ ചേർത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. മധുരം അധികം വേണമെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് ചേർക്കാം കേട്ടോ. ഇതിൽ അങ്ങ് ഒരുപാട് ഭയങ്കര കട്ടിക്കുള്ള മധുരമല്ല. ഇത് ചെറിയ ഒരു മീഡിയം മധുരമായിരിക്കും കേട്ടോ. നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ കണക്കുള്ള ചെറിയ മധുരമായിരിക്കുള്ളൂ ഇതിന്. അത്രയും മധുരം പാടുള്ളൂ. അതാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന പൊടി നല്ല കറക്റ്റ് അളവാട്ടോ. അതിനകത്തേക്ക് ഞാൻ ആകെ കൂടെ 1.25 കപ്പ് മൈദ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് കറക്റ്റാണത്. ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊരു 15 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി വന്നിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണം. 15 മിനിറ്റ് കൂടുതൽ നേരം വെക്കണ്ട കേട്ടോ ഇത്. അതിനുശേഷം ഇതിന് ഞാൻ ഇച്ചിരി വലിയ ബോൾസ് ആക്കിയിട്ട് മുറിച്ചെടുക്കണേ കേട്ടോ. അപ്പോൾ ഞാനിത് 5 ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം വലിയ ബോളാട്ടോ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം വലുപ്പമുള്ള ബോളാട്ടോ. അപ്പോൾ നമ്മളിത് കട്ടിക്കാണ് ഇത് പരത്തിയെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ആട്ടോ. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക.
ശേഷം ഇതൊന്ന് ഇതിൻ്റെ ഉള്ളിൽ ചപ്പാത്തി പലകയിൽ മൊത്തം ഒന്ന് തേച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഈ മാവ് അതിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈഡ് പൊട്ടി പോകുന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ കൈ കൊണ്ട് തന്നെ നമ്മളതൊന്ന് യോജിപ്പിച്ച് കൊടുത്തേച്ചാൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടുന്നത് ജോയിൻ്റ് ആയിക്കോളും. അപ്പോൾ ഇത് വലിയ കാര്യമായിട്ട് പൊട്ടുന്നൊന്നുമില്ല. കനം കുറച്ച് പരത്തിയെടുക്കണം. എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ അത്രയും കനം കുറയാൻ പാടില്ല കേട്ടോ. ഇതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനത്തെ മാവ് എന്തായാലും നമ്മൾ പരത്തുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടി വരും. അത് നമ്മൾ കുഴയ്ക്കുന്നതിൻ്റെ മിസ്റ്റേക്കൊന്നും അല്ല കേട്ടോ. അല്ല, എളുപ്പം പണി കഴിഞ്ഞു. ഇതുപോലെ കേട്ടോ. ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കാം. ഒരുപാട് സൈഡ് അങ്ങ് പൊട്ടി പോകുന്നുണ്ടെങ്കിൽ ആ സൈഡ് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ വൃത്തിയുടെ അങ്ങോട്ട് മാറിക്കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കി വെച്ചാൽ മതി. ഇങ്ങനെ ആക്കിയാലും അതൊന്ന് വിട്ട് പോണത് ഒന്ന് ഇതായിക്കോളും. ഇത് ഒരുപാടൊന്നും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. ഇത് കറക്റ്റാണത്. ഇനി നമുക്ക് മുറിച്ചെടുക്കാം. ഏത് ഷേപ്പ് വേണമെന്ന് വെച്ചാൽ ആ ഷേപ്പിലേക്ക് മുറിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വലിയ ഇതാക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, സ്ക്വയറായിട്ടോ ഡയമണ്ട് ആയിട്ടോ അത് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ആ ഷേപ്പിലേക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇത് മുറിക്കാൻ എളുപ്പം പിസ്സ കട്ടറാട്ടോ. ഇതിങ്ങനെ മുറിച്ചതിന് ശേഷം നമ്മൾ ഈ കത്തി കൊണ്ട് തന്നെ അതിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് ഇളകി വരും. ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. രണ്ടെണ്ണം ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാട്ടോ. ഇത് ഒരുപാട് അങ്ങോട്ട് എണ്ണ തിളച്ച് പോയി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇടുമ്പോൾ തന്നെ അത് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിത് കുറച്ച് മാവ് ഇട്ട് നോക്കാം. ഇത് കറക്റ്റാണ്. ഇതിൻ്റെ ചൂട് പെട്ടെന്ന് അങ്ങോട്ട് മുകളിലോട്ട് പൊങ്ങി വന്നിട്ടില്ല. ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടാട്ടോ മുകളിലോട്ട് പൊങ്ങി വന്നത്. അപ്പോൾ ഈ ചൂട് കറക്റ്റ് പാകമാണ്. അപ്പോൾ നല്ല ചൂടായതിന് ശേഷം ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. കുറച്ചതിന് ശേഷം ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇത് മാവിട്ട് കൊടുക്കാം. ഇതിടുമ്പോൾ ഒരുപാട് തിക്കി നിറച്ചിടരുത് കേട്ടോ. എന്നുവെച്ചാൽ ഇത് ഒന്ന് എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് വീർത്ത് വരും. ഇതൊരു പരന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അധികം എണ്ണ ഒഴിക്കാൻ പറ്റും, അധികം ക്വാണ്ടിറ്റി ഇടാനും പറ്റും. ഇട്ടതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കാം. ഇപ്പം ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട്. അത് എണ്ണ അധികം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ നല്ല വീർത്ത് കോംപ്ലക്സ് വരത്തുള്ളൂ കേട്ടോ. ഇതിനൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിതിനെ കോരിയെടുക്കാം. ഈ ഒരു കളറാട്ടോ. ഇപ്പോൾ ഞാനതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടോ ഇത് കഴിക്കാനായിട്ട്. മധുരമൊക്കെ നല്ല കറക്റ്റ് പാകമാട്ടോ ഇതിന്. ഇത് വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് അതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാനും ഒക്കെ നല്ലതാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.